കായംകുളം എം.എൽ.എ. പ്രതിഭയുടെ മകനെതിരെ കഴിഞ്ഞ ദിവസം ഉയർന്ന കഞ്ചാവ് ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്ന സംശയം തുടക്കത്തിലേ ഉണ്ടായിരുന്നു. ഇതിന് കാരണം നിരവധിയുണ്ട്. അതിൽ ആദ്യത്തേത് പ്രതിഭയുടെ ഭർത്താവ് തന്നെയാണ്. ലഹരിയാണ് എൻ്റെ ജീവിതം തകർത്തത്, അതിൻ്റെ അവസാന തീര ഞാനാകട്ടെ, പിൻവാങ്ങുകയാണ്, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, മാപ്പ്. ഇങ്ങനെ ഒരു 2 വരി എഴുതി വെച്ചുകൊണ്ട് KCB ചുങ്കത്തറ സെക്ഷനിലെ ഓവർസിയർ കൂടിയായിരുന്ന KR ഹരി ആത്മഹത്യ ചെയ്യുമ്പോൾ ആ ആത്മഹത്യാക്കുറിപ്പ് നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. പ്രതിഭയുടെ ഭർത്താവായിരുന്നു KR ഹരി. അങ്ങനെയുള്ള ലഹരി തകർത്ത ഒരച്ഛന്റെ മകൻ ഇങ്ങനെ ഒരു കേസിൽ പെടുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ ലഹരിയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരച്ഛന്റെ മകൻ ഇങ്ങനെ ഒരു കേസിൽ പെടുമോ എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ലഹരി നശിപ്പിച്ച അച്ഛന്റെ ജീവിതം മാതൃകയാക്കാൻ ആ 21 വയസ്സുകാരൻ തയ്യാറാകുമെന്ന് കരുതാൻ കഴിയില്ല. മറ്റൊന്ന്, ഇത്തരത്തിൽ കനിവ് കഞ്ചാവ് ഉപയോഗിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ രക്തപരിശോധന വിധേയനാക്കാഞ്ഞത്, തുടർ നടപടികൾ സ്വീകരിക്കാഞ്ഞത് എന്നുള്ള എക്സൈസിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് തുടർ നടപടികൾ സ്വീകരിക്കാഞ്ഞത് എന്ന ചോദ്യത്തിനും എക്സൈസ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഇനി എക്സൈസ് പറയുന്ന അടുത്തൊരു ന്യായീകരണം, ഈ കുപ്പിയിൽ വെള്ളം നിറച്ച് കഞ്ചാവിട്ട് കുഴലുപയോഗിച്ച് വലിക്കുന്ന സംവിധാനം, അതായത് ബോങ് എന്ന് പറയുന്ന ഒരു സംവിധാനം കനിവിന്റെ ഗ്യാങ്ങിൽ നിന്ന് കണ്ടെടുത്തതായാണ് ഇപ്പോൾ എക്സൈസ് പറയുന്നത്. കസ്റ്റഡിയിലെടുത്ത യുവാക്കളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുന്ന നിലപാട് കൂടി എക്സൈസ് സ്വീകരിച്ചിരുന്നു. അതായത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആരുടെയോ കയ്യിൽ നിന്ന് ബോങ് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അത് കനിവിൻ്റെതാകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കനിവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് പറയുന്നതുമില്ല, ആ ഗ്യാങ്ങിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഇത് കനിവിൻ്റെതാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഏതോ കോണിൽ നിന്ന് നടക്കുന്നുണ്ട് എന്ന് കരുതേണ്ടി വരും. ഇത് മാത്രമല്ല, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി എന്തോ ഒരു മുൻവിധിയോടെ പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്ത കൊടുക്കുന്നു, വലിയ ബ്രേക്കിംഗ് കൊടുക്കുന്നു. ഇതിന് പിന്നിലും മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടി വരും. കാരണം കായംകുളത്ത് MLA ആയിരിക്കുന്ന പ്രതിഭയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ തകർക്കാൻ CPM ശ്രമം തുടങ്ങിയിട്ട് കാലമേറെയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് മുതൽ തന്നെ പ്രതിഭയെ പരാജയപ്പെടുത്താൻ ചില തൽപര കക്ഷികൾ ശ്രമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തെളിവുകളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പാർട്ടിക്ക് വേണ്ടാത്ത ആളെ പുറത്താക്കണം, അതുകൊണ്ട് ജയിപ്പിക്കരുത് എന്നുള്ളൊരു വാശി കായംകുളത്തെ പാർട്ടിക്കാർക്ക് ഉണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. ഏറ്റവും ഒടുവിൽ ഇടപെട്ടത് ഈ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരാൾക്കെതിരെയായിരുന്നു ഈ പറയുന്ന പ്രതിഭ എന്ന് പറയുമ്പോഴാണ് ഈ ഒരു കേസ് കുറച്ച് കെട്ടിച്ചമച്ചതാണോ നമുക്ക് സംശയം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവറിനെ പിന്തുണച്ചുകൊണ്ട് CPM MLA U പ്രതിഭ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു എന്ന് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട അൻവർ, പോരാട്ടം വലിയ കൂട്ടുകെട്ടിനെതിരെയാണ്, പിന്തുണ എന്നാണ് ഒറ്റ വരിക്കുറിപ്പ്. അതായത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ADGPയെ കുറിച്ച് അൻവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് പിന്നീട് ഒരു TV ചാനലിൽ പ്രതിഭ പ്രതികരിച്ചിരുന്നു. ഇതും വൈരാഗ്യത്തിന് കാരണമായോ എന്ന് സംശയമുണ്ടായാൽ തെറ്റു പറയാനാകില്ല. എന്തായാലും ഈ ഒരു കേസിൽ തിങ്കളാഴ്ച എക്സൈസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ട് അതിനിർണായകമാകും എന്ന കാര്യം സംശയമില്ല. കേരള രാഷ്ട്രീയത്തിൽ തന്നെ അത്രയേറെ ചർച്ചയാക്കുന്ന ഈ ഒരു കഞ്ചാവ് കേസിൽ എന്താകും എക്സൈസിന് കോടതിയിൽ കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ട ഒന്ന് തന്നെയാണ്. മകനെതിരെ പരാമർശമുണ്ടെങ്കിൽ അതിനെ MLA കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിരവധി ആരോപണങ്ങളെയും അധിക്ഷേപങ്ങളെയും അതിജീവിച്ചാണ് പ്രതിഭ മുന്നോട്ട് പോകുന്നത്. കായംകുളം CPMലെ ഒരു കൂട്ടർക്കെതിരെ പ്രതിഭ അതിശക്തമായ നിലപാടെടുത്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലോബിയുടെ പ്രവർത്തനത്തെയും അതിജീവിച്ചാണ് പ്രതിഭ നിയമസഭയിൽ 2ാം വട്ടം ജയിച്ചെത്തിയത്. തന്റെ മകനെതിരെ വ്യാജ ആരോപണങ്ങൾക്ക് വഴിയൊരുക്കി എന്നാരോപിച്ച് കുട്ടനാട്ടെ എക്സൈസിനെതിരെ പ്രതിഭ MLA ഇപ്പോൾ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മകൻ കനിവിനെതിരെ ഉയർത്തുന്നുവെന്നാണ് MLAയുടെ നിലപാട്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന് കായംകുളം MLA സംശയിക്കുന്നുമുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാനാണ് ശ്രമമാണ് ഇതിന് പിന്നിലെന്നും അവർ വിലയിരുത്തുന്നു. മുൻപ് ഭർത്താവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പലവിധ ആരോപണങ്ങളാണ് പ്രതിഭയ്ക്കെതിരെ ഉയർന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് മകനെ ചേർത്തുള്ള കഞ്ചാവ് ആക്ഷേപം എന്നുള്ള പ്രതിഭയുടെ പക്ഷത്തിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കനിവ് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഭ MLA എന്ന അമ്മ എന്നുകൂടി പറയുമ്പോഴാണ് ഈ വിഷയത്തിൽ പ്രതിഭയെ ഉന്നം വെച്ച് മകനെ ആരോ ടാർഗറ്റ് ചെയ്തതാണ് എന്ന് വേണം നമ്മൾ കരുതാനായി.